Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു അദ്ദേഹം ബുക്സ് എഴുതിയിട്ടുണ്ട്. പ്രഭുപാദും ശിഷ്യന്മാരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതിൽ ഓരോരോ ശിഷ്യന്മാര് പ്രഭുപാദിനോട് പല രീതിയിലുള്ള ബന്ധം, കേട്ട കാര്യങ്ങളും ഇടപെടുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒരു ഡിവോട്ടി ബ്രജഹരിദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയാണ്. ആ ഡിവോട്ടി പറഞ്ഞൊരു കാര്യമാണ്. ഒരു വേളയിൽ പ്രഭുപാദും, ഇത് ലണ്ടനിൽ വെച്ചാണ്, പ്രഭുപാദും ശിഷ്യന്മാരും എല്ലാവരും കൂടെ ഒരു റൂമിലിരിക്കുകയാണ്. ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സന്ദർഭമാണ്. അപ്പം ഇങ്ങനെ പ്രഭുപാദ് അവരെങ്ങനെ കൃഷ്ണ കോൺഷ്യസി വന്നു എന്നൊക്കെ ഇങ്ങനെ പ്രഭുപാദിന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു 10 ശിഷ്യന്മാരും ഉണ്ട്, പ്രഭുപാദും അവിടെയുണ്ട്. അപ്പൊ പ്രഭുപാദ് ഇങ്ങനെ സംസാരിച്ചു വരുന്നതിനിടയ്ക്ക് ഉഗ്രകർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു. ഉഗ്രകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രഭുപാദ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധനയ്ക്ക് സമയം കിട്ടാത്ത രീതിയിലുള്ള കർമ്മങ്ങൾ. നമ്മുടെ സാധന നമുക്ക് സമയം കിട്ടുന്നില്ല, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നു. അപ്പൊ അതാണ് ഉഗ്രകർമ്മം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പം അവിടെ രേവതിനന്ദൻ സ്വാമി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൃഷ്ണാബോധത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ലെതർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ബ്രജഹരി പ്രഭു പറഞ്ഞു, ഞാനൊരു സ്റ്റീൽ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വളരെ കഠിനമായ ജോലിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവര് കമ്പനി ഓണർ പറഞ്ഞു, നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റും കൂടെ എടുത്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാൻ നല്ലൊരു വർക്കർ ആയതുകൊണ്ടാണ് എന്നെ കൊണ്ട് എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കുന്നത്, പക്ഷെ അവർക്ക് ലാഭം ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം നൈറ്റും രാവിലെയും ജോലിക്ക് പോയി തുടങ്ങി. അങ്ങനെ 2 ആഴ്ച പോയപ്പോഴത്തേന് അദ്ദേഹത്തിന് ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ ആയി എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് ഇങ്ങനെ ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് പ്രഭുപാദ് ഇങ്ങനെ കസേരയിലേക്ക് ചാരി ഇരുന്ന് ഇങ്ങനെ തല ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രഭുപാദ് റിലാക്സ് ആയിട്ട് പറഞ്ഞു, ആക്ച്വലി യു ആൾ ആർ ബ്രാഹ്മണാസ് ഇൻ ദ പ്രീവിയസ് ലൈഫ്. നിങ്ങളെല്ലാവരും ഒരു ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് ഉള്ള വ്യക്തികളാണ് കഴിഞ്ഞ ജന്മത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃഷ്ണാബോധം വളരെ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റിയത് എന്ന് ഇങ്ങനെ പ്രഭുപാദ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് ഇങ്ങനെ കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് ചിരിച്ചുകൊണ്ട് ഓരോരുത്തരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ആ 10 പേരുടെയും മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, യഥാർത്ഥത്തിൽ നിങ്ങളെല്ലാവരെയും ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് എന്റെ സേവനത്തിനായിട്ട് എന്റെ മിഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് എന്ന് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട് എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പം ബ്രജഹരി പ്രഭു അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരമായിട്ട് പറയുന്നത് ഓരോ ഡിസൈപ്പിൾസിനെയും പ്രഭുപാദ് എങ്ങനെയാണ് കാണുന്നത് എന്നതാണ്. പ്രഭുപാദ് ആ റെസ്പെക്റ്റോടു കൂടിയാണ് ഓരോ ശിഷ്യന്മാരെയും കാണുന്നത്. കാരണം തന്റെ ഗുരു അയച്ച ആയിട്ടാണ് പ്രഭുപാദ് അവരെ കാണുന്നത്. തന്റെ ഗുരുവിനോടുള്ള തന്റെ സേവനം പൂർത്തീകരിക്കാനായിട്ട് വന്ന വ്യക്തികളായിട്ടാണ് തന്റെ എല്ലാ ശിഷ്യന്മാരെയും പ്രഭുപാദ് കാണുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാന്ന് പറഞ്ഞു. പിന്നെ അതുവഴി ഒരു ശിഷ്യന്മാരുടെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതും അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എന്ന് ബ്രജഹരി പ്രഭു പറഞ്ഞു. ഓരോ ശിഷ്യന്റെ ഡ്യൂട്ടിയും തന്റെ ആധ്യാത്മികാചാര്യൻ അദ്ദേഹത്തിന്റെ ആധ്യാത്മികാചാര്യന്റെ നിർദ്ദേശങ്ങളെ പാലിക്കാൻ നമ്മൾ അസിസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ യഥാർത്ഥ മിഷൻ എന്ന് പ്രഭുപാദ് അവിടെ വെച്ച എല്ലാവർക്കും പറഞ്ഞു.